പഞ്ചായത്ത് കമ്മിറ്റിയുടെ ബഹുമാന സുലൈമാൻ മുസ്ലിയാർ അവരുടെ, തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രമുഖ പ്രസംഗകൻ, ഞാനിന്റെ പ്രിയങ്കരായ സുഹൃത്തുക്കളെ, സുലൈമാൻ മുസ്ലിയാരും ലത്തീഫും നയിക്കുന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്നൊരു ചൊല്ലും ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നത്, അതും രണ്ടാമത് ഒരിക്കൽ കൂടി അവസരം കിട്ടി കാലാവധി പൂർത്തിയാകാനിരിക്കുകയാണ് ഇടതുപക്ഷ ഭരണം. ഇവിടെ ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി 5ാം തവണയും ഭരണം പൂർത്തിയാക്കാനിരിക്കുകയാണ് അവർ തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലിയ പെരുന്നാളും വെള്ളിയാഴ്ച കൂടി വന്നിട്ട് ബാപ്പ പള്ളികൾക്ക് പോയിട്ടില്ല എന്നൊരു നാടൻ ചൊല്ലുണ്ട്. അതിന് സമാനമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനേക്കാൾ കടുപ്പമുള്ള സംഗതി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സംസ്ഥാന ഭരണം ഇടതുപക്ഷത്തിന്, പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷത്തിന്, ഇവിടുത്തെ MLA ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരു സന്ദർഭത്തിൽ പോലും ഇന്ത്യ ലത്തീഫെ ഇവിടെ വികസനം നടന്നിട്ടില്ലല്ലോ. എല്ലാ തലങ്ങളും അവർക്ക് അനുകൂലമായി നിന്നിട്ടില്ല. പിന്നെന്തപ്പം കിട്ടുക? അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് ഭരണസമിതിയെ അതിന്റെ വ്യക്തികൾ എന്നൊക്കെ ഞാൻ കുറ്റം പറയില്ല. കാരണം അവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, മറ്റു പഞ്ചായത്തിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇങ്ങനെയൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. ചില പരിമിതികളുണ്ട്. വികസന രംഗത്തേക്ക് അങ്ങനെ കടന്നു വരാൻ അവർക്ക് പറ്റില്ല. അവർക്ക് നമ്മളെ അങ്ങാടിയിൽ കണ്ടിട്ടില്ലേ, കുരങ്ങിനെ കളിപ്പിക്കുന്ന കുറവന് എന്ന മാതിരി നമ്മൾ കാണാത്തൊരു ചരടുണ്ട് അവിടെ അരയില്. അപ്പൊ അവര് പറഞ്ഞതിനനുസരിച്ചേ തുള്ളാൻ പറ്റൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ കായികമായി വളരാൻ നമ്മുടെ കായിക പ്രതിഭകൾക്ക് അവസരമില്ലാത്തതിനെ കുറിച്ച് പരിതപിക്കുകയാണ് ലത്തീഫും സുലൈമാൻ മുസ്ലിയാരും. ഇങ്ങനത്തെ ഒരു നല്ലൊരു സന്ദർഭം ഇനി ഇവർക്ക് കിട്ടാൻ ഉണ്ടോ? ഒരു കായിക മന്ത്രി തന്നെ ഈ മണ്ഡലത്തിലാണ്, തിരൂരിലാണുള്ളത്. കായിക മന്ത്രി കേരളത്തിന്റെ. ഇവിടെ ഭരണവർക്കാണ്. പക്ഷേ ഒരു സ്റ്റേഡിയം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ മുൻ MLA ആദരണീയനായ സി മമ്മൂട്ടി സാഹിബിന്റെ പരിശ്രമ ഫലം കൊണ്ട് 10 ലക്ഷം രൂപ കിഫ്ബി മുഖേന നീക്കിവെച്ചത് തരാത്ത മന്ത്രിയാണ് ആ മന്ത്രി എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. പൈസ നീക്കിവെച്ചത് മമ്മൂട്ടിയുടെ കാലത്ത് അത് കൊടുത്തില്ല. അതിന്റെ വിഷമൊക്കെ മൂപ്പരിനോട് പറഞ്ഞു. ഞാൻ അന്ന് മുതൽക്ക് ഇയാളെ പിന്നാലെ നടക്കുകയാണ്, കിട്ടിയില്ല. ഇതിന്റെ അവസാനം എന്ത്? 2003 മണ്ഡലം മുസ്ലിം ലീഗും UDF കൂടിയിട്ട് കോയ സാഹിബും എല്ലാവരും കൂടി എന്നോട് പറഞ്ഞു, നീ അതിന്റെ പിന്നാലെ നടക്കണ്ട, അതുകൊണ്ട് നിങ്ങളെ MLA ഫണ്ടിൽ നിന്ന്, ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പരമാവധി തുക അധികം നീക്കി വെക്കണമല്ലോ. അങ്ങനെയാണ് ഇപ്പൊ 2 കോടി രൂപ 23 ഫണ്ട് വിഭജനം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം കൊടുക്കാമെന്ന് പറഞ്ഞു. 24 ഫണ്ടിൽ നിന്ന് 2 കോടി ഉറുപ്പിക ഇവരെല്ലാവർക്കും പറഞ്ഞതിന്റെ പേരിൽ കൊടുത്തു. നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ സ്വന്തം മുമ്പിൽ ബക്കരമ്മ സാഹിബ് നല്ല വ്യക്തിയായിരിക്കാം, പക്ഷേ ഇടതുപക്ഷത്തിലെ മന്ത്രി ആയതുകൊണ്ടാണ് ഈ ഗതികേട്. അദ്ദേഹത്തിന് നേരെ മൂക്കിന് താഴെയല്ലേ ആ സ്റ്റേഡിയം, അതിന് കൊടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ചേംബറിൽ മുനിസിപ്പൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും സെക്രട്ടറിയും ഞാനും മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ചില വ്യവസ്ഥകൾ വെച്ചു. ആ വ്യവസ്ഥകളനുസരിച്ച് തരാമെന്ന് സമ്മതിച്ചു. മിനിറ്റ്സ് വന്നു നോക്കുമ്പോ ആ വ്യവസ്ഥകളൊന്നും അതിലില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പോയി പിന്നാലെ നടന്നു. മിനിറ്റ്സ് തെറ്റിയാ വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. അല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഫണ്ട് തരൂലേ? ഫണ്ട് തരാം, അത് ഞാൻ വേറെ മാർഗം നോക്കിയിട്ടുണ്ടോ. അങ്ങനെ 21, 22, 23 മൂപ്പർ പിന്നാലെ നടന്നു കഴിഞ്ഞു. അങ്ങനെയാണ് മണ്ഡലം ലീഗിന്റെയും UDFന്റെയും കമ്മിറ്റി പറഞ്ഞ് ഈ ഫണ്ട് അതിക്ക് കൊടുത്തത്. പ്രതിഷേധിച്ചിട്ടുണ്ട്. ഞാൻ കെട്ടിന്റെ റോഡ്, ഞാൻ കെട്ടിന്റെ തോട് ഇതൊക്കെ നന്നാക്കാനുള്ള ഫണ്ടാണ് കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞതിനെ വിമർശിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും കൊടുക്കില്ലാതെ മാർഗമില്ല.
കൊടുത്തു. 2022 ബജറ്റില് ഞാൻ വായിച്ചു വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം. എല്ലാ മണ്ഡലത്തിലും ഓരോ കോടി രൂപ ചെലവഴിച്ച് ഓരോ സ്റ്റേഡിയം 2022 ബജറ്റിലാണ് പറഞ്ഞത്. 22, 23 അങ്ങനെ മണ്ഡലത്തിലെ ഏതൊക്കെ മണ്ഡലത്തിൽ ഏതൊക്കെയാണ് സ്റ്റേഡിയം എന്നതും പ്രഖ്യാപിച്ചു. 1 ഏക്കർ സ്ഥലമാണ്. 1 ഏക്കർ സ്ഥലമുള്ള 2 സ്ഥലമുള്ളൂ. ഒന്ന് കൽപ്പകഞ്ചേരി, ഒന്ന് വെട്ടം. മന്ത്രിക്ക് താല്പര്യം വെട്ടത്തിനോട് ആയതുകൊണ്ട് ഞാനും സംഭവിച്ചു. ഇങ്ങോട്ടാക്കില്ല, നമ്മുടെ മണ്ഡലത്തിൽ തന്നെയാണല്ലോ. അങ്ങനെ വെട്ടത്തിൽ സ്റ്റേഡിയം 22-ലെ 22, 23 ബജറ്റിലാണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഇത് എല്ലാ വർഷവും ഇത് തുടരും എന്നും പറഞ്ഞു. അപ്പൊ 22, 23 1, 23, 24 1, 24, 25 1, ഇനി 25, 26 ഒരു ബജറ്റ് അവതരിപ്പിക്കും. പൂർണ്ണാവൂല എങ്കിൽ പോലും. അപ്പൊ ഈ 4 സ്റ്റേഡിയം നമുക്ക് കിട്ടും നമ്മുടെ മണ്ഡലത്തിൽ. എനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ സ്റ്റേഡിയം സ്ഥലം ഉള്ളവർക്കൊക്കെ അത് വികസിപ്പിക്കണം, കൂടുതൽ കൂട്ടിച്ചേർക്കണം. വളവന്നൂരുണ്ട് സ്ഥലം, കൽപ്പകഞ്ചേരി ഉണ്ട്, വളവന്നൂർ ജയപ്രവൃത്തിയൊക്കെ നടന്നു വരുന്നുണ്ട്. എങ്കിൽ പോലും ഘട്ടം ഘട്ടമായി ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്താം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ വെട്ടം ഇടതുപക്ഷം ഭരിക്കണം പഞ്ചായത്ത് നമുക്ക് പറ്റിയൊരു കയ്യബദ്ധം കൊണ്ട് പോയതാ. അവിടെ സ്വാധീനം കൊണ്ടൊന്നും കിട്ടിയതല്ല. കുറ്റം കാണിച്ചു കൊടുക്കാം. ആ കയ്യബദ്ധം ഇനി പറ്റൂല. ഇവിടെ മാത്രമല്ല, ഇവിടെയും അത് ആ ചെറിയ ധാരണ പ്രശ്നം കൊണ്ട് ഇടതുപക്ഷം തുടർച്ചയായി ഭരിച്ചു വരുന്നത് ഈ ഒരു അറുതി ഈ പ്രാവശ്യം ഇവിടേക്ക് കാണും. ഞാൻ ഉറപ്പിച്ചു പറയണം എന്നെ കേൾക്കുന്ന ആളുകളോട്. അതുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തായിട്ട് പോലും 2023, 24, 25, 26 കടക്കുകയാണ്. 4 മാസം കൂടി കഴിഞ്ഞാൽ പുതിയ ബജറ്റ് വരിക. എന്നാൽ ഈ സ്റ്റേഡിയം 22-ൽ പ്രഖ്യാപിച്ചത് 2 മാസം മുമ്പാണ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയത്. പ്രവൃത്തി ഉദ്ഘാടനം നിങ്ങൾ ആലോചിച്ചോക്കണം. ബജറ്റിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു. പിന്നെ ഇതിന് കുറിപ്പുകൾ കിട്ടിയപ്പോഴാണ് പകുതി സംഖ്യ MLA കൊടുക്കണം എന്നാണ് ഇതിന്റെ നിർദ്ദേശം. ഞാൻ 1 കോടി കിട്ടുമല്ലോ എന്ന് കരുതി. അപ്പൊ അതിൽ പറയുന്ന MLA-മാർ അവിടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം വിനിയോഗിക്കുകയും ബാക്കി വരുന്ന 50 ലക്ഷം രൂപ സർക്കാർ തരുന്നതുമായിരിക്കും എന്നാണ് നോട്ടിലുള്ളത്. പറഞ്ഞപ്പോ അതുണ്ടായില്ല, പ്രഖ്യാപനത്തിന് അതുണ്ടായില്ല. നമുക്ക് കിട്ടിയല്ലേ 1 കോടി കിട്ടുമല്ലോ 50 കൊടുത്താൽ. പക്ഷെ അത് 3 കൊല്ലം നമുക്ക് കളഞ്ഞു വെറുതെ. ഇപ്പോഴാണ് അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം. പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രിയാണ് പ്രഖ്യാപിച്ചു. ചില രസങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങളാണ് നടത്തിക്കോളിന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ചോദിച്ച് ഡേറ്റ് വാങ്ങി. ഞാൻ പറഞ്ഞു ഒന്നും പറ്റൂല, എനിക്ക് പാർട്ടി കമ്മിറ്റി ഉണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റി നടക്കുകയാണ്, ഞാൻ വരൂല എന്ന് പറഞ്ഞു. എന്നാലും ഇവിടെ നടത്തുമെന്ന് പറഞ്ഞു. ഞാൻ നടത്തുന്നത് കാണാൻ എനിക്കും തോന്നി. അവസാനം ഡേറ്റ് മാറ്റി സമ്മതം വാങ്ങി. അങ്ങനെ തീരുമാനിച്ചു. പ്രവൃത്തിയില്ല. അത് പറഞ്ഞപ്പോ പറയാറുന്ന രസകരമായ സംഭവം നിങ്ങളുടെ പഞ്ചായത്തിലുണ്ടായി. ഇവിടുത്തെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് യുനാനി ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം 30-ാം തീയതി നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് വേറെ ചില പരിപാടികൾ മാറ്റിവെക്കാൻ നോക്കാം, പറ്റുകയാണെങ്കിൽ ഞാൻ വരാം. ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുൽ റഹ്മാൻ സാഹിബ് വരാൻ സമ്മതിച്ചിട്ടുണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്ന് എനിക്ക് ചില പരിപാടികളുണ്ട്, ഞാൻ സമയത്തും അത് മാറ്റാൻ പറ്റുമോ നോക്കാം, പറ്റുകയാണെങ്കിൽ വരാം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും, അത് അറിയിക്കാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ പ്രിയങ്കനായ PS വിളിച്ചിട്ട് പറഞ്ഞു 26-ാം തീയതി, അതായത് ഇന്ന് 2:30 മണിക്ക് മന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ അത് ഉദ്ഘാടനം ചെയ്യും, നിങ്ങൾ അവിടെ അധ്യക്ഷത വഹിക്കണം എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ല അതുണ്ട് അവിടെ ആദ്യം നിർദ്ദേശം കൊടുത്തോളാന്ന് പറഞ്ഞു. ഞാൻ പോയി
ഞാനപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, അല്ലെ അത് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ അറിയിക്കാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ സമ്മതം തരണം എന്ന് പറഞ്ഞു. അതിന്റെ പ്രയാസം ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ മന്ത്രിയുടെ PS പറഞ്ഞു ഇന്നെന്നെയാണെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയും ഞാൻ വിളിച്ചു, അപ്പോഴും പറഞ്ഞു ഇന്നെന്നെയാണ്. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഞാനൊരു 12 മണിയാകുമ്പോ എവിടെ വെച്ചാ പരിപാടി എന്നറിയാനൊന്ന് വിളിച്ചു. അപ്പൊ പറഞ്ഞു ഇവിടെ അങ്ങനെ പരിപാടി ഒന്നുമില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ ആ വിവരം മന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചു. ഇവിടെ 30-ാം തീയതിക്കാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ജഗ പോക എല്ലാരും കൂടി ഒരു 10-25 ആളിനെ വിളിച്ചു. മേലുദ്യോഗസ്ഥന്മാര് മാപ്പ് പറഞ്ഞു, സോറി പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയായിരുന്നാലും ഇന്നും തന്നെ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ചെറിയ രീതിയിൽ ഇന്നിപ്പോ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നടത്തി. ഇനി അബ്ദുറഹ്മാൻ സാഹിബിനെ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടി നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് പറ്റൂല. അതെങ്ങനെ? ഒരു നിക്കാഹ് കഴിഞ്ഞു, ഈ തലാഖല്ലേ, അത് പറ്റൂല എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത്. നാട്ടുകാരെ അറിയാനാണ് ഞാനീ പറഞ്ഞത്. ഇവിടുത്തെ ഭരണത്തിന്റെ ഒരു പോലീസിയാണ്. അതുകൊണ്ട് ഇവരെ മാത്രം കുറ്റം വേണ്ട കാര്യമില്ല. സംസ്ഥാനത്ത് 10 വർഷമാകാൻ പോവുകയാണ്. ഈ അടുത്ത് ഞാനിങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലെ ഈ വളർച്ച 1967 വിദ്യാഭ്യാസ ബില്ലാണ് അതിന് കാരണം എന്ന് മുഖ്യമന്ത്രിയുടെ സഹായത്തിൽ അറിയാലോ, പിണറായി വിജയൻ പറഞ്ഞു. അപ്പൊ നാട്ടുകാരും ഇവരുടെ CPM വിശ്വസിക്കുന്നത് 57 EMS സർക്കാർ എന്നാണോ, അത് 67 സപ്തകക്ഷി മന്ത്രിസഭ എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? മുഖ്യമന്ത്രി പറഞ്ഞ് വിശ്വസിക്കണോ, പാർട്ടി നേതാക്കന്മാർ പറഞ്ഞ് വിശ്വസിക്കണോ? ഇങ്ങനെ കളവ് പറഞ്ഞ് നടക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു ലക്ഷണം. CPM തിരിച്ചറിയാൻ എളുപ്പമാണല്ലോ. കളവ് പറഞ്ഞ ആൾക്കാർ നോക്കിയാൽ മതി, രാഷ്ട്രീയക്കാരെ. പിണറായി വിജയൻ പറയുമ്പോ 67 വിദ്യാഭ്യാസ ബില്ലിനെ പറഞ്ഞോളൂ. ആ ബില്ല് കൊണ്ടുവന്ന ആളെ പറ്റി പറഞ്ഞില്ല. അത് പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, ഞങ്ങൾക്കും അറിയാം. ആ ബില്ല് കൊണ്ടുവന്ന മഹാനായ നേതാവിന്റെ കേരളത്തിൽ ഈ പുരോഗതിക്ക് അടിത്തറയിട്ട ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളുടെ കാരണിന്റെ കഷ്ടമായിരുന്ന ജനാബ് CH മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ള സംഗതികൾ അതിൽ ഉന്നയിച്ച കാര്യങ്ങൾ. പഴയ സെക്രട്ടേറിയറ്റ് മെമ്പർ KPR ഗോപാലൻ പിന്നീട് 5 വർഷം പൂർത്തിയാകാൻ പോകുന്നേ ഉള്ളൂ. ഈ 2 പാലങ്ങൾക്ക് ഫണ്ട് കിട്ടാൻ മമ്മൂട്ടി സത്യാഗ്രഹം വരെ നടത്തി. പഴയ MLA എന്റെ പ്രിയങ്കരനായ മുൻഗാമി, നിങ്ങൾക്ക് ഓർമ്മയില്ലേ താഴെപ്പാലത്ത് സത്യാഗ്രഹം നടത്തിയത്? എന്നിട്ടും ഫണ്ട് കിട്ടിയില്ല. ഈ ഗവൺമെന്റ് വന്നു, 2 വർഷം കാത്തുനിന്ന് അങ്ങനെയാണ് അവസാനം ഫണ്ട് അനുവദിച്ച് കിട്ടുന്നത്. 1 വർഷം കൂടി കഴിഞ്ഞപ്പോൾ മറ്റേതിന് കിട്ടി. എന്നിട്ടും പൊന്മുണ്ടം ബൈപ്പാസിന് തരാൻ പണമില്ല, വലിയ സംഖ്യ വേണം എന്നുള്ളതുകൊണ്ട് അവസാനം കേന്ദ്ര ഉപരി ഗതാഗത വകുപ്പിൽ നിന്ന് അവരുടെ സേതുബന്ധൻ പദ്ധതി അനുസരിച്ച് 33 കോടി രൂപ ലഭ്യമാകും. അത് ലഭ്യമായത് 23-ലാണ്. അതിന്റെ വർക്ക് ഉദ്ഘാടനം കഴിഞ്ഞത് കഴിഞ്ഞ 20-ാം തീയതിയാണ്. 1 വർഷം അത് കിട്ടിയിട്ട് AC തരാതെ ഇവിടെ കിടന്നു. അങ്ങനെ AC തന്നിരുന്നുവെങ്കിൽ ആ പാലെന്നോ പണി കഴിഞ്ഞിരുന്നു. ഈ പണം തിരിമറി ചെയ്തു, വകമാറ്റി ചെലവാക്കി. അതുകൊണ്ടാണ് കേന്ദ്രം കൊടുത്ത പണം പോലും കൃത്യമായി അതിന്റെ പ്രവൃത്തി നടത്തുന്നതിന് ഇവിടെ നയം അനുകൂലമായിരുന്നു. റോഡുകൾ, സ്കൂളുകൾ, കോളേജ് ഒക്കെ കിട്ടി. മലയാളം സർവകലാശാല ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ് തന്നത്. ആദവനാഥ്
മുഹമ്മദ് അലി ശ്യാം തങ്ങളുടെ പേരിൽ ഒരു കോളേജ്, വനിതാ കോളേജ് തന്നതാരാണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസം. കരിപ്പോൾ വെട്ടിച്ചാർക്ക് സമീപം പുത്തനത്താണിക്കടി കരിപ്പോൾ ഹൈസ്കൂൾ തന്നതാരാണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ കിടക്കുന്നില്ല. കൊല്ലമല്ലോ നിങ്ങൾ സർവകലാശാല തന്നോ? ഇല്ല. കോളേജുകൾ വല്ലതും തന്നോ? ഇല്ല. സ്കൂളുകൾ വല്ലതും തന്നോ? ഇല്ല. നിങ്ങൾക്കറിയണോ, ഞാൻ 2 അങ്കണവാടി ചോദിച്ചു. അങ്കണവാടി എങ്ങനെയുണ്ട്? അത് തരാൻ പറഞ്ഞിട്ടില്ല. വീണ ജോർജിനാണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക്. എന്ത് MLA പറയുന്നത്? പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കൂടെ? എവിടുന്ന പൈസ തരിക? സാമ്പത്തികം വലിയ വിഷയല്ലേ, കൈമലർത്തുക. ആ ഗവൺമെന്റ് ഇവിടെ എത്തി പറഞ്ഞല്ലോ, മദ്യശാല അതിന് വലിയ താല്പര്യം. പുതിയങ്ങാടിയിലൊന്ന് ഇനി ഒന്ന് തിരുനാവായ വരാനുണ്ട് എന്നാ പറയുന്നത്. മദ്യം വിളമ്പുന്ന കാര്യത്തിൽ വലിയ താല്പര്യമുണ്ട്. ആലോചന എന്നെ കേൾക്കുന്ന ആളുകൾ ലീഗുകാരും കോൺഗ്രസുകാരും മാത്രമല്ല, ഈ നാട്ടിലെ പരിശുദ്ധ ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്താം. മദ്യം വ്യാപിപ്പിക്കാം. ഉമ്മൻചാണ്ടി ധീരമായ ഒരു പ്രവൃത്തി നടത്തി. 402 ബാറുകളാണ് ഒറ്റയടിക്കങ്ങ് അടച്ചു കൂട്ടിയത്. 402 ബാറുകൾ. പിന്നെ സർക്കാർ വക മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ 10% ഓരോ കൊല്ലം ഒഴിവാക്കി 10 കൊല്ലം കൊണ്ട് ഈ ഹലാക്ക് കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ നമ്മളെ ദൗർഭാഗ്യം കൊണ്ട്, കേരളത്തിലെ ജനങ്ങളുടെ ദൗർഭാഗ്യം കൊണ്ട്, കുറഞ്ഞ ആളുകൾക്ക് പറ്റിയ അബദ്ധം കാരണം ഭരണം മാറി. 402 അടച്ചുപൂട്ടിയത്. ബാക്കി ഇവിടെ 29 മദ്യഷാപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാറുകൾ, 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാറുകൾ. എന്നാൽ ഇന്ന് 9.5 കൊല്ലത്തിനുള്ളിൽ പിണറായി ഗവൺമെന്റ്, കേൾക്കാം എന്നെ കേൾക്കുന്ന, മദ്യഷാപ്പുകൾ എത്രയാ കൂടുതൽ ഉണ്ടാക്കിയെന്നറിയോ? 802. 402 അടച്ചുപൂട്ടിയപ്പോ നിങ്ങൾ 802 തുറന്നു. അടച്ചുപൂട്ടിയത് മാത്രമല്ല, 400 കൂടുതൽ. ഇപ്പൊ 831 ബാറുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഗവൺമെന്റ് എന്താ ലക്ഷ്യം വെക്കുന്നത്? ജനങ്ങളെ വിലകൽപ്പിക്കാത്ത പിണറായി ഗവൺമെന്റിനെതിരായി നിങ്ങളുടെ ചിന്ത ഉണരണം എന്നാണ് എന്നെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. അതിനൊരു സാമ്പിൾ വെടിക്കെട്ടിനുള്ള അവസരമാണ് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് വരാനുള്ളത്. നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്ക് നെയ്യപ്പം നിന്നാൽ 2 കാര്യം എന്ന് പറഞ്ഞ പോലെ ഈ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് 2 നേട്ടം കിട്ടാൻ പോവുക. ഒന്ന്, ഇവിടുത്തെ ഒരു ഭരണമാറ്റം. 2, മധുരമായ ഒരു പ്രതികരണം പിണറായിക്കെതിരായി. അവർ സ്ഥിരമായി ഭരിച്ചു വരുന്ന സ്ഥലം ഇതാ നിങ്ങൾക്കെതിരായി ചിന്തിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു അവസരം. ഈ സുവർണാവസരം നിങ്ങൾ കളയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും.